നിങ്ങളുടെ ഓർമ്മയിലേക്ക് ചില ഗാനങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അന്ന് നമ്മൾ പാടിയ പാട്ടുകൾ സ്വർഗസിംഹാസനം വിട്ടിറങ്ങിയ ഒരു താതൻ്റെ സ്നേഹവും ദാസനായി നമ്മുടെ ഇടയിൽ ജീവിച്ചു നമ്മുടെ പാപങ്ങളെ ക്രൂശിൽ വഹിച്ച ആ സ്നേഹത്തിൻ്റെ പാട്ടുകളായിരുന്നു. നമുക്കിന്നും ആ ഗാനത്തെ ഹൃദയത്തോട് ചേർന്ന് പാടാം. ചിലപ്പോൾ നമ്മൾ പഴയ പാട്ടുകളൊക്കെ ഓർക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ പാട്ടുകൾക്കൊക്കെ ചിലപ്പോൾ ഒരേ ട്യൂണുകളായിരിക്കുമെന്ന്. എന്നാൽ അത് രൂപകൽപ്പന ചെയ്തവർക്കോ അത് പാടിയവർക്കോ അന്നൊരു കംപ്ലൈൻറ്റും ഇല്ല. കാരണം അവരുടെ എല്ലാവരുടെ ഉദ്ദേശം ഒന്നായിരുന്നു, അനേകർ ദൈവത്തിങ്കിലേക്ക് കടന്നു വരണം. ഈ പാട്ടുകൾ അവരുടെ ജീവിതത്തെ അവരോട് സംസാരിക്കണം. ഹല്ലേലൂയ. അന്ന് കോപ്പിറൈറ്റും ഇല്ല, കംപ്ലൈൻസും ഇല്ല. But everyone had the same desire in their heart to win the souls. Hallelujah. സംഗീതത്തിൽ ഹല്ലേലൂയ അവരുദ്ദേശിച്ചത് അതാണ്, ദൈവത്തിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ആത്മാക്കളെ നേടണം. ഹല്ലേലൂയ. ഒരു ഗാനം നമുക്ക് അതിനോട് ചേർന്ന് തന്നെ പാടാം. Up
അന്ന് നമ്മൾ ഏകരായി വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോഴും ക്രിസ്തുവിൻ്റെ പേരിൽ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയപ്പോഴും നമ്മുടെ പാതകൾ കഠിനമായി തോന്നിയപ്പോഴും നമ്മൾ ക്രിസ്തുവിൻ്റെ കരുതലിൽ ആശ്രയിച്ചു. പിറുപിറുപ്പില്ലാതെ അവൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു നമ്മളിങ്ങനെ പാടുമായിരുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈ ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. നമ്മുടെ ഇല്ലായ്മകളിലും നമ്മുടെ കുറവുകളുടെ മധ്യത്തിലെല്ലാം നമുക്ക് അന്നുള്ളത് ദൈവത്തിൽ സന്തോഷിക്കുവാനും സംതൃപ്തിയോടെ ജീവിക്കാനും നമ്മൾ പഠിച്ചു. ഇന്ന് പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മുടെ പൈതങ്ങൾ അവർക്ക് ആവശ്യത്തിലധികമായ ഉള്ളപ്പോഴും നമുക്ക് ഈ സംതൃപ്തി അവരെ പഠിപ്പിക്കുവാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. സാഹചര്യത്തിനെല്ലാം അപ്രമാമിതം നമുക്ക് ഓർക്കുവാനുള്ളത് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുവാനും ആ നിത്യതയിലേക്ക് ലക്ഷ്യം നോക്കി ഓടുവാനും. പൗലോസ് ഫിലിപ്പിയറിൽ ഇങ്ങനെ പറയുന്നു, 4-ാം അധ്യായത്തിൻ്റെ 11-12 ഈ വണ്ണം: ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. അന്ന് നമ്മൾ ഇങ്ങനെ പാടുമായിരുന്നു: എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗകനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം തരാമെന്നുരച്ചി രാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. ഇതെല്ലാം കഴിയുമ്പോഴും എല്ലാ പാട്ടുകളുടെയും ഒരു പ്രത്യേകതയുണ്ട്. അവ ചെന്നെത്തുന്നത് പ്രത്യാശ ഗീതത്തിലാണ്. പഴയ പാട്ടുകൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, എങ്ങനെയൊക്കെ പാട്ടുകൾ തുടങ്ങിയാലും അവൻ്റെ അവസാനത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും അതിനായി നാം ഒരുങ്ങിയിരിക്കേണ്ട സന്ദേശവും പറയുവാനും പാടുവാനും പാട്ടുകാരൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നമുക്ക് ആ പ്രത്യാശയോടെ ഈ ഗാനം ചേർന്ന് പാടാം. പാടും ഞാൻ പരമേശനു സദനം. എൻ
പ്രതികൂലങ്ങളെല്ലാം ഉള്ളപ്പോഴും നമുക്ക് സന്തോഷിക്കുവാനൊരു കാരണമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തുവിങ്കിലേക്ക് നോട്ടം വെച്ചുകൊണ്ട്, ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടതുപോലെ ക്രിസ്തുവിങ്കിലേക്ക് നോട്ടം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഓട്ടം ഓടി തികയ്ക്കാം. ഹല്ലേലൂയ. നിത്യതയിൽ അവൻ്റെ മുഖം കണ്ടുകൊണ്ട് അവനെ സ്തുതിക്കുന്ന നാളുകൾ, അവനെ കണ്ട് സ്തുതിക്കുന്ന നാളുകളെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ഗാനം പാടാം. ഈ പരിപാടിയുമായി നിൽക്കുവാനെല്ലാം ദൈവം നിങ്ങളെ സഹായിച്ചു. ഇതിലൂടെ പറയേണ്ട ഒരു സന്ദേശം, നമ്മൾ നമ്മുടെ ഓർമ്മകളിൽ ഈ ഗാനവും ഈ പ്രാർത്ഥനയെല്ലാം ഓർക്കുന്നത് പോലെ നമ്മുടെ പൈതങ്ങൾക്കും ആ വണ്ണം നമുക്കൊരു മാതൃകയായി തീരാം. അവരുടെ ഓർമ്മകളിൽ അപ്പനും അമ്മയും അപ്പച്ചനും അമ്മച്ചിയും എല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓർമ്മകൾ നമുക്ക് അവർക്ക് നൽകാം. അതവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. താങ്ക് യു ഓൾ.